കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഭാര്യയും ഭർത്താവും രണ്ടല്ല, ഒന്നാ, ഒരു മനസ്സാ. ഇതൊക്കെ കഥകളിൽ വായിക്കാനും കേൾക്കാനും സ്വപ്നം കാണാനും ഒക്കെ കൊള്ളാം. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലോ കാണുന്നത്. ഞാൻ നമ്മുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോ ഞാൻ പുണ്യാളനാണെന്നാണ് താൻ പറഞ്ഞു വരുന്നത് അല്ലേ? പുണ്യാളനല്ല, അതിനേക്കാളും ഒരുപാട് മുകളില. അയ്യോ വേണ്ട വേണ്ട, അങ്ങനെ വന്നാൽ ആരെങ്കിലും എന്നെ കുരിശേ തെറിച്ചു കളയും. യേശു ക്രിസ്തുവിന് പോലും ജീവിക്കാൻ പറ്റാതെ പോയ ലോകം ഇത്. എന്തായാലും പ്രിയയുടെ കല്യാണം കഴിയട്ടെ. നമുക്ക് ഒരുമിച്ചൊരു ഹണിമൂൺ ട്രിപ്പ് പോകണം. എങ്ങോട്ട്? ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തേക്ക്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഇങ്ങനെ പറന്ന് നടക്കണം. കാഴ്ചകൾ കാണണം. നിന്റെ കൈ പിടിച്ച് മറ്റൊന്നും ആലോചിക്കാതെ എനിക്ക് പറന്ന് നടക്കണം. ജ്യോതി മോളെ, ഈ കുട്ടി ഇതുവരെ ഒരുങ്ങിയില്ലേ? ഇനിയും താമസിച്ച അമ്പലം അടയ്ക്കണ്ട എന്റെ ഭഗവാനെ. എത്ര നേരമായി പേട്ടി, ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റിംഗ് ഒരു മെന്റൽ ടോർച്ചറിങ് ആണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അതിനമ്മ ഇപ്പോഴല്ലേ എന്നോട് അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞത്. എനിക്കൊന്ന് ഒരുങ്ങാൻ സമയം വേണ്ടേ? രണ്ടുപേരുടെ അമ്പലത്തിലോ മറ്റോ പോകാൻ നിൽക്കാൻ തോന്നുന്നില്ല. അമ്മേ, എന്റെ കാര്യം ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. നിന്റെ കാര്യം ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഓ, നിന്നെ കൊണ്ടുള്ള ശല്യം എങ്ങനെയും തീർന്നു പോണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ അമ്മേ. എന്നെ കൊണ്ടുള്ള ശല്യം അങ്ങനൊന്നും തീരാൻ പോകുന്നില്ല. അതെ, ഞാൻ വന്നത് ജ്യോതിയോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനാണ്. ജ്യോതി പ്ലീസ്. എനിക്ക് നിന്നോട് പേഴ്സണലായിട്ടൊന്നും സംസാരിക്കാനില്ല. എല്ലാരും കേൾക്കുന്ന മാത്രം അങ്ങ് പറഞ്ഞാ മതി, അല്ലാതെ ഒരു രഹസ്യം പറയേണ്ട കാര്യമില്ല. എൻ്റെ അമ്മേ, അമ്മയ്ക്കറിയാമല്ലോ, ഈ ആണുങ്ങൾ പൊതുവെ ഈഗോ കുറച്ച് കൂടുതലുള്ളവരാ. അതുകൊണ്ട് DK പറയുന്നൊന്നും അമ്മ കാര്യമാക്കി എടുക്കണ്ട. DKയുടെ വാശിക്ക് അമ്മ കൂട്ടു നിൽക്കുകയും ചെയ്യും. ആ പിന്നെ ഞാൻ വന്നത് പ്രിയയുടെ കാര്യം പറയാനാ. ആ ജ്യോതി, എന്റെ ജ്യോതി, അവക്ക് എന്നോട് യഥാർത്ഥത്തിൽ നല്ല സ്നേഹമുണ്ട്. പക്ഷേ നിങ്ങളെയൊക്കെ പേടിച്ചിട്ടാ അവളൊന്നും പ്രകടിപ്പിക്കാത്തത്. പാവം. ഇപ്പൊ ദേ, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിർബന്ധിച്ച് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചിരിക്കുന്ന ഈ കല്യാണത്തിൽ നിന്ന് ദയവ് ചെയ്തൊന്ന് പിന്മാറണം. അതിന് കല്യാണം തീരുമാനിച്ചില്ലല്ലോ, തീരുമാനിക്കാൻ പോകുന്നതല്ലോ. ഇല്ല, എനിക്കറിയാം. പക്ഷേ ആ ചെറുക്കം വന്ന് പെണ്ണ് കണ്ടല്ലോ, ജയപ്രകാശേ, അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയായിരുന്നു, അവനോട് സംസാരിക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ അവരൊക്കെ വലിയ വാശിയില്ല. ഈ വാശിയൊന്നും നമുക്ക് ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യൂ, അല്ലേ? അതുകൊണ്ട് ജ്യോതി അവരെ പറഞ്ഞത് മനസ്സിലാക്കണം. ദയവ് ചെയ്ത് ഈ കല്യാണത്തിൽ നിന്ന് പ്രിയൊന്ന് ഒഴിവാക്കി തരണം. എടാ, ഉളുപ്പില്ലേടാ നിനക്ക്? നീയൊക്കെ ഒരു മനുഷ്യനാണോ? ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ച് പന്ത് കളിക്കാൻ നിനക്ക് നാണമില്ലേടാ? നിയമം നടപ്പിലാക്കേണ്ടവരല്ലേ നീ? ആ നീ തന്നെ നിയമം ലംഘിക്കാൻ തുടങ്ങിയാലോ? അമ്മ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ആരെയും ദ്രോഹിക്കാനോ കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ കാര്യം മാത്രമേ ഞാനിതുവരെ പറയാൻ വന്നിട്ടുള്ളൂ. ഹലോ ഹലോ ഹലോ, എന്റെ അനിയത്തെ കുറിച്ചാ താൻ സംസാരിക്കുന്നതെന്ന് ഓർക്കണം.
ദേ, ഈ ഫാമിലിയിലെ ഒരു മെമ്പറാണ് അവളും. അവളുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഛേ, അയ്യേ, എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കില്ല. അമ്മേ, ഞാൻ അവളെ പൊന്നുപോലെ നോക്കില്ലേ? സത്യം പറഞ്ഞ ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹം അമ്മേ ചെയ്തിട്ടുള്ളേ? നിങ്ങളെ ആരെങ്കിലും ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഉപദ്രവിച്ചിട്ടുണ്ടോ? എന്നെ ഇങ്ങോട്ട് ഉപദ്രവിച്ചപ്പോ ഞാനത് പ്രതിരോധിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. പ്രതിരോധം ഒരു തെറ്റാണോ അമ്മേ? ദേ, ഇത് തന്ത്രവും കുതന്ത്രവും ഒക്കെ കയ്യിലിരുന്നാ മതി. പ്രിയയുടെ മാരേജേ എന്റെ മോനാ തീരുമാനിച്ചത്. അവരത് നടത്തും. ദേ, അതിന്റെ പിന്നാലെ എന്തെങ്കിലും തന്ത്രം കൊണ്ട് ഉടക്കാൻ വന്നാൽ അവൻ നിന്റെ കൈയും കാലും തല്ലിയൊടിക്കും. മനസ്സിലായോടാ? പൊയ്ക്കോ. നിന്റെയൊക്കെ കളി കണ്ടാലേ അമ്പലത്തിൽ പോലും പോകാൻ കൊള്ളത്തില്ല. ഇറങ്ങിപ്പോടാ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹലോ സർ. ഓ സർ, ആ ഞാൻ സ്റ്റേഷനിലേക്കുള്ള വഴിയിലാണല്ലോ. അതെ സർ, ഇപ്പം എത്തും. ഇപ്പം എത്തും. ഓക്കെ സർ, താങ്ക് യു. അതെ, ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ തീരെ സമയമില്ല. എനിക്ക് ഓഫീസിൽ കുറേ പണിയുണ്ട്. എന്നാ പോട്ടെ. ശരി. അതെ, ഞാൻ വന്നത് നിങ്ങളോട് ഒരിക്കൽ കൂടി അപേക്ഷിക്കാനാണ്. നിങ്ങൾ എന്നെ കൊണ്ട് അവിവേകമൊന്നും ചെയ്യിപ്പിക്കരുത് പ്ലീസ്. പിന്നെ ഞാൻ അറിയാതെ ഈ കല്യാണം നടത്താനാണ് പ്ലാനെങ്കിൽ ഒരാളും രക്ഷപ്പെടില്ല. ഓർത്തോ? എന്തായാലും ഞാനല്ലാതെ മറ്റൊരാള് പ്രിയയെ കല്യാണം കഴിക്കാൻ എനിക്ക് ജീവനിലുടത്തോളം ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഞാൻ അവളെ കൊന്നിരിക്കും. ഇനി അമ്പലത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല. നാളെ എങ്ങാനും പോകാം. നടക്ക് പോ. വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഞാൻ ജയപ്രകാശിനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. സമയം വൈകിട്ടില്ല. ഇപ്പൊ വേണമെങ്കിലും ജയപ്രകാശിന് ഈ ആലോചനയിൽ നിന്ന് പിന്മാറാം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കിടയിലേക്കാണ് ജയപ്രകാശ് വന്ന് കയറുന്നത്. സത്യത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും തലയിലേറ്റേണ്ട ഒരാവശ്യവും ജയപ്രകാശിനില്ല. ഒഴിഞ്ഞു മാറി പോകാവുന്നേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു ആലോചന മനസ്സിലുണ്ടെങ്കിൽ ഞാനത് തടയില്ല. DK, സത്യത്തിൽ രാജീവിന്റെ കേസിന്റെ ഫയൽ എന്റെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്കത് ഒരു ആക്സിഡന്റ് കേസ് മാത്രമായിരുന്നു. എന്നാ പിന്നീട് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടിയുടെ ദയനീയമായ മുഖം ഞാൻ കണ്ടു. അബദ്ധത്തിൽ ഒരു സൈക്കോ ആയ ക്രിമിനലിന്റെ കയ്യിൽ അകപ്പെട്ടു പോയ ഒരു പെൺകുട്ടി. അവളുടെ ജീവിതവും കണ്ണീരും എനിക്ക് ആ കേസ് ഫയലിൽ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് DKയോട് പ്രിയയെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചത്. ഇതിലും വലിയ ക്രിമിനലുകളെ കോടതിയിൽ നേരിടുന്നവനാണ് ഞാൻ. എന്നെ കൊണ്ട് കഴിവതും ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുമുണ്ട്. രാജീവിന്റെ കേസിലും അവിനാശിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അന്ന് ആ അമ്പലത്തിലേക്കുള്ള യാത്രയിലാണല്ലോ ഞാൻ പ്രിയയെ ആദ്യമായി കാണുന്നത്. കണ്ടപ്പോ തന്നെ എനിക്ക് അവളെ ഇഷ്ടമായി. ഇവന് ചേർന്ന കുട്ടി തന്നെ അവള്. അത് മാത്രമല്ല DK, ഒരിക്കൽ സ്നേഹിച്ചു പോയി എന്ന തെറ്റിന്റെ പേരിൽ ഒരു കുടുംബത്തെയും അവിടുത്തെ ആളുകളെയും മുഴുവൻ ഒരാൾ ഇങ്ങനെ ഭീഷണിയുടെ മുൾമുനെ നിർത്തുമെന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവനേക്കാൾ വലിയ ക്രിമിനൽസിന് ഇരുമ്പഴിക്കുള്ളി അടച്ചിട്ടുണ്ട്. അവൻ എന്നെ ഓഫീസിൽ നിന്നാ ഭീഷണിപ്പെടുത്തിയ. പക്ഷേ അവന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാനൊന്നും എന്നെ കിട്ടത്തില്ല. ജയപ്രകാശിനെ പോലൊരാളിൽ നിന്ന് ഇതേപോലൊരു മറുപടിയാണ് ഞാനും പ്രതീക്ഷിച്ചത്.
എങ്കിലും പിന്മാറാനൊരു അവസരം കൂടി തന്നുവെന്ന് മാത്രം. അങ്ങനെ പിന്മാറാനായിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണാലോചനയ്ക്ക് വരില്ലായിരുന്നു ഡി കെ. കണ്ടപ്പോ എനിക്കവളെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ കുട്ടിയുടെ ഉള്ളിലെ വേദനയും വിഷമവും എല്ലാം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. നമുക്കിനി വേറൊന്നും നോക്കാനില്ല. ഇനി എത്രയും പെട്ടെന്ന് തന്നെ വിവാഹ നിശ്ചയത്തിന്റെ തീയതി കുറിക്കാം. എന്ത് പറയുന്നു ഡി കെ? ഈ വിവാഹം എത്രയും വേഗം നടത്തണമെന്ന് തന്നെയാ എൻ്റെ ആഗ്രഹം. എങ്കിൽ പിന്നെ നമുക്കിത് അധികം വലിച്ചു നീട്ടണോ? നാളെ തന്നെ വിവാഹ നിശ്ചയത്തിനുള്ള തീയതി കുറിക്കാം. സത്യത്തിൽ ജയപ്രകാശിനെ പോലൊരാൾ കൂടെയുള്ളപ്പോൾ എനിക്ക് കുറച്ചും കൂടി ധൈര്യം തോന്നുന്നുണ്ട്. നാളെ തന്നെ നിശ്ചയത്തിന്റെ തീയതി കുറിച്ചോളൂ. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഡി കെ. വേറെ 1-2 പർച്ചേസിംഗ് പരിപാടികൾ ബാക്കിയുണ്ട്. ശരി, ആയിക്കോട്ടെ. തീയതി കുറിച്ചിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ ഓക്കെ, ശരി, ആയിക്കോട്ടെ. ബൈ. ശരിയെന്നാ. കണ്ണാലിലക്കണ്ണ പാലാഴി തിരയിലൊഴുകും ആലിലക്കണ്ണ. അയ്യോ അമ്മ, ഇതൊക്കെ ഞാൻ ചെയ്തേനല്ലോ. ഓ, ഞാൻ തുടച്ചല്ല, ഇപ്പൊ എന്താ കുഴപ്പം? നിങ്ങൾക്കും ഇടയ്ക്ക് തുടച്ചു വെക്കാല്ലോ. ഇത് കൊള്ളാലോ. ഞങ്ങളെ വിളിക്കാതെ അമ്മയും മരുമോളും കൂടി ജോലി തുടങ്ങിയോ? അതിന് നിങ്ങൾക്കൊക്കെ എവിടുന്നാ സമയം? അതെന്താ അമ്മ അങ്ങനെ പറയുന്നേ? അമ്മ പറഞ്ഞ എന്തെങ്കിലും ഒരു ജോലി ഞങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് ജ്യോതിയോടാ സ്നേഹം കൂടുതൽ. താരേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഒരു ലവ്വും ഇല്ല. എല്ലാരും എനിക്ക് ഒരുപോലെയാ. ജ്യോതി പിന്നെ വന്നു കയറിയ മരുമകളല്ലേ, അപ്പൊ പിന്നെ അവളോട് കുറച്ച് സ്നേഹക്കൂടുതലുണ്ടാവും. ഇത് ഏതാ മാസം ഒന്ന് ആർക്കെങ്കിലും അറിയോ? ജനുവരി. നോ, മലയാള മാസം. ആർക്കെങ്കിലും പറയാമോ മലയാള മാസം ഇത് ഏതാണെന്ന്? മലയാള മാസം അമ്മേ, ഞാൻ വേണമെങ്കിൽ കലണ്ടർ നോക്കിയിട്ട് പറയാം. വേണ്ട, അങ്ങനെ ഇപ്പൊ ആരും കലണ്ടർ നോക്കി പറയണ്ട കേട്ടോ. അല്ലാതെ പറയുന്നവരുണ്ടെങ്കിലേ പറ. മോളെ, നിനക്കറിയോ? ആ, ധനുമാസം. കറക്റ്റ്, ധനുമാസം. ധനുമാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്താ പ്രത്യേകത? അതെ, പെൺകുട്ടികളുടെ വിവാഹം വേഗം നടക്കാനും പത്രുപതികളായ സ്ത്രീകൾ നെടുമംഗലത്തിനു വേണ്ടി തിരുവാതിര നോമ്പ് നോക്കുന്നതേ ധനുമാസത്തിലാ. ഈ ധനുമാസത്തിൽ തന്നെ തിരുവാതിര നോമ്പ് നോക്കണമെന്ന് എന്താ നിർബന്ധം? വേറെ മാസത്തിന്റെ തിരുവാതിര ഇല്ലേ? താരേ, ധനുമാസത്തിലെ തിരുവാതിര ഒരു വണ്ടർഫുൾ തിരുവാതിരയാ. ഇതിനെ പുത്തൻ തിരുവാതിര എന്നും പൂത്തിരുവാതിര എന്നൊക്കെ പറയാറുണ്ട്. പുത്തൻ തിരുവാതിരയോ? അതെ അതെ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ആ വീട്ടിലേക്ക് വന്നു കയറിയാൽ ആദ്യം വരുന്ന തിരുവാതിരയാണ് പുത്തൻ തിരുവാതിര അല്ലെങ്കിൽ പൂത്തിരുവാതിര. അതിന് ഞങ്ങളൊക്കെ കല്യാണം കഴിച്ച് വന്നിട്ട് എത്രയോ നാളുകളായി. അതുകൊണ്ട് നമുക്കിത് പുത്തൻ തിരുവാതിര ഒന്നുമല്ല, വെറും തിരുവാതിരയാ. അല്ലല്ല, കല്യാണം കഴിച്ചു വന്ന വേറെ ആൾവിടെ ഉണ്ടല്ലോ. ഇപ്പൊ സ്ഥലത്തില്ലെങ്കിലും അമലയും ഈ വീടിന്റെ മരുമോള് തന്നെയല്ലേ? അവള് കല്യാണം കഴിച്ചു വന്നിട്ട് ആദ്യത്തെ തിരുവാതിരയല്ലേ? അപ്പോ നമുക്ക് ഇത് പുത്തൻ തിരുവാതിര തന്നെയാ. അല്ലമ്മേ, ഈ തിരുവാതിരയുടെ പ്രത്യേകത എന്താ? എന്തിനാ അത് ഇത്ര വലുതായിട്ട് ആഘോഷിക്കുന്നത്? ചിങ്ങത്തിലും കന്നിലും തിരുവാതിര കളിച്ച പറ്റില്ലേ? എന്തൊരു മണ്ട ചോദ്യമാടി ഇത്. നമ്മുടെ ഓരോ ആചാരങ്ങൾക്കും അതിൻ്റെതായ ഐതിഹ്യങ്ങളുണ്ട്. തിരുവാതിരയ്ക്കും ഉണ്ട് അത്ര ഒരു ഐതിഹ്യം. ഒന്നല്ല, ഒരുപാട് കഥകളുണ്ട് അതിനെ കുറിച്ച്. എങ്കി അമ്മ പറ, കേൾക്കട്ടെ. അതെ,
പണ്ടേ പാലാഴി മദനം നടത്തിയപ്പോഴേ എന്തോന്ന് മദനം? പാലാഴി മദനം. ആദ്യം കഥ കേക്ക്, എന്നിട്ട് സംശയം ചോദിക്കും. താരേ പറയുന്നതിനിടെ കയറി ചോദിക്കരുത്. ആദ്യം ഞാൻ കഥ പറയട്ടെ, എന്തിനു സംശയം ചോദിക്ക്. അമ്മ പറയാമേ. ആ, പണ്ടേ പാലാഴി മദനം നടത്തിയപ്പോഴേ വാസുകിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന കാളകൂട വിഷം ഭൂമിയിൽ വീഴാതിരിക്കാൻ ദേവന്മാർ പരമശിവനോട് ഹെൽപ്പ് ചോദിച്ചു. എന്ത് വിഷയെന്നാ പറഞ്ഞേ? കാളകൂട വിഷം. ഓ, അത് ഭൂമിയിൽ വീണാലേ ഭൂമി കത്തിപ്പോകും. ഈ വാസുകിയാരാ? അപ്പൊ വാസുകി ആരാന്ന് താരേച്ചിക്ക് അറിയില്ല? ഇല്ല, നിനക്കറിയോ? സർപ്പരാജനാണ് വാസുകി. ഈ സർപ്പരാജനെയാണ് പാലാഴി മദനത്തിന് കയറായിട്ട് ദേവന്മാരും അസുരന്മാരും ഉപയോഗിച്ചത്. കറക്റ്റ്. ഓ, നിനക്കെങ്കിലും ഈ സ്റ്റോറീസ് ഒക്കെ അറിയാമല്ലോ എന്റെ മായേ. ഈ സിനിമകൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചേ? വാസുകി ഛർദിച്ച കാളകൂട വിഷം ഭൂമിയിൽ പതിക്കാതിരിക്കാൻ പരമശിവൻ കയ്യിൽ വാങ്ങി കുടിച്ചു. ദേവന്മാരും അസുരന്മാരും എല്ലാരും ഞെട്ടിപ്പോയി. ഇത് കണ്ട് പരിഭ്രാന്തയായി പാർവതി ദേവി ഓടി വന്ന് ശിവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അതിപ്പോ ഏത് ഭാര്യയായാലും അങ്ങനെ ചെയ്യും. ഭർത്താവ് വിഷം കഴിക്കുമ്പോ നോക്കിക്കൊണ്ടിരിക്കോ? അവര് ചെയ്താൽ ഒരു തെറ്റുമില്ല. അതല്ല താരേ, ആ വിഷം ഉള്ളിൽ ചെന്നാലേ ശിവനും ശിവലോകവും ഭൂതഗണങ്ങളും എല്ലാം ഇല്ലാതായി തീരും. എന്നിട്ട് പിന്നെ പാർവതി ദേവി എന്ത് ചെയ്തു? നേരം വെളുക്കുന്നത് വരെ പാർവതി ദേവി ശിവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നു. ഒടുവിൽ ആ വിഷം താഴേക്കിറങ്ങാതെ തൊണ്ടയിൽ തന്നെ കട്ടിയായിട്ടങ്ങിരുന്നു. ഓ, അപ്പൊ അതാണല്ലേ ശിവന്റെ കഴുത്ത് നീലിച്ചു കിടക്കുന്നേ? അതെ, അതന്നെ. പിന്നെ ശിവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആഘോഷമാണ് തിരുവാതിര എന്നും ഒരു ഐതിഹ്യമുണ്ട്. പിന്നെയുണ്ടോ ഐതിഹ്യം? ശിവന്റെയും പാർവതിയുടെയും വിവാഹം നടന്ന ദിവസമാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ശിവനെ ഭർത്താവായി കിട്ടിയതിൽ ഹാപ്പിയായ പാർവതി ദേവി ഫോറസ്റ്റിനുള്ളിലെ ഡാൻസ് ചെയ്തും പാട്ടുപാടി കഴിഞ്ഞ രാത്രിക്കാണ് തിരുവാതിര രാത്രി എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് തിരുവാതിര ദിവസം തിരുവാതിര കളി നിർബന്ധമാക്കിയിരിക്കുന്നത്. അമ്മേ, പിന്നെ വേറെന്തൊക്കെയാ തിരുവാതിരയുടെ ചടങ്ങുകള്? വേറെ ഒരുപാട് ചടങ്ങുകളുണ്ട്. അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. അവന്റെ ഭീഷണി അത്ര നിസ്സാരമായി കരുതണ്ട DK. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അവനെന്ന് ഇതിനകം തന്നെ അവൻ തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കണം. സൂക്ഷിച്ചു തന്നെയാ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഇതിൽ എനിക്ക് തന്റെ ഹെൽപ്പ് വേണ്ടത് അവനെ ആ ദിവസം ഒന്ന് ട്രാപ്പിലാക്കാൻ വേണ്ടിയാ. താനെന്താ ഉദ്ദേശിക്കുന്നത്? പേടിക്കണ്ട, അവനെ കൊല്ലാനൊന്നുമല്ല. വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസം യാതൊരു കാരണവശാലും അവൻ ആ സ്റ്റേഷന് പുറത്തിറങ്ങാൻ പാടില്ല. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവനെ ബ്ലോക്ക് ചെയ്തിടണം. അത് താൻ വിചാരിച്ചാലേ നടക്കൂ. അത് നമുക്ക് ആലോചിക്കാം. പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിയും വൈദഗ്ധ്യവും ഇക്കാര്യത്തിൽ അവൻ ഉപയോഗിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. കാരണം നിശ്ചയ ദിവസം അവിടെ എത്താതെ അവനെ നമ്മൾ തടയുമെന്ന് അവനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിനുള്ള പ്രിക്കോഷൻസ് അവൻ നേരത്തെ എടുക്കും. ചിലപ്പോ അവൻ 2 ദിവസം മുമ്പ് ലീവ് എടുത്ത് പോകാനും മതി. ലീവ് എടുത്ത് പോകുന്ന ഓഫീസറോട് നമുക്കൊന്നും പറയാനോ ചെയ്യാനോ പറ്റില്ല. ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റൂ. പിന്നെ ഞാനും താനും തമ്മിലുള്ള അടുപ്പ് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ അവൻ കേൾക്കേയില്ല. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ എന്റെ പ്ലാൻ വേറെയാ. എന്താ തന്റെ പ്ലാൻ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. പക്ഷേ ആ ദിവസം താനും തൻ്റെ പോലീസും എന്നെ സഹായിക്കണം. എന്നോടൊപ്പം നിൽക്കണം. എങ്കിൽ മാത്രമേ എനിക്കിത് ഭംഗിയായി ചെയ്യാൻ പറ്റൂ. താൻ പേടിക്കണ്ട. എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് മതി. ബാക്കി എന്ത് വേണമെന്ന് ഞാൻ അപ്പം പറയാം. അല്ല, തൻ്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ല. വെറുതെ കുഴപ്പത്തിൽ ചാടരുത്. ഒരു കുഴപ്പവും വരത്തില്ലടോ. പ്ലാനും പദ്ധതിയൊക്കെ ആ സമയത്ത് ഞാൻ വിശദമായിട്ട് പറയാം.
താൻ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. തൻ്റെ യൂണിഫോമിന് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. പോരെ? തന്നെ ഞാൻ അമിതമായി ഫേവർ ചെയ്യുന്നെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം തന്നെ ഒരു പറച്ചിലുണ്ട്. ഞാനത് കാര്യമാക്കുന്നില്ല. അവിനാഷിനോട് താല്പര്യമുള്ള കുറച്ച് പോലീസുകാർക്കിടയിലാണ് ഈ സംസാരമുള്ളത്. അവർ പറഞ്ഞോട്ടെ. നിയമവിരുദ്ധമായി ഇന്ന് വരെ ഒന്നും ചെയ്യാൻ ഞാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ചില കാര്യങ്ങളിൽ താനൊന്ന് കണ്ണടയ്ക്കേണ്ടി വരും. അത് ആരെയും കൊല്ലാനോ വെട്ടാനോ ഒന്നുമല്ല, ചില നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. താൻ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കും. ഞാനുണ്ട് കൂടെ. തീരുമാനിച്ച സമയത്ത് വിവാഹ നിശ്ചയം നടക്കണം. എന്തു പറയുന്നു? എന്താ രണ്ടുപേർക്കും ഒരു സംശയം പോലെ? ഇല്ല, സംശയമൊന്നുമില്ല. DK ഇത് തന്നെ ഞങ്ങളോട് പറഞ്ഞത്. ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ട. നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണം. അതെ. വേണ്ട മോളെ, വേണ്ട. മോളിപ്പോ ഒന്നും പറയണ്ട. കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ മുതിർന്നവരിവിടെ ഉണ്ട്. ഇതുവരെ മോളുടെ അഭിപ്രായം അനുസരിച്ചല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനി അങ്ങോട്ട് ഞങ്ങൾ തീരുമാനിക്കും. എല്ലാം മോളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് ആലോചിച്ചാൽ മതി. തീയതി തീരുമാനിച്ചോളാൻ DK പറഞ്ഞോണ്ടാ അത് എത്രയും പെട്ടെന്ന് ആകാന്ന് തീരുമാനിച്ചത്. പ്രിയ എന്തു പറയുന്നു? എനിക്ക് പ്രിയയുടെ അഭിപ്രായം കൂടി കേൾക്കണം. എല്ലാം നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചില്ലേ, പിന്നെ ഞാനിനി എന്ത് പറയാനാ? പ്രിയയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതല്ല, കുറച്ചുകൂടെ സമയം വേണമെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. ഇനി ഒരു സമയവും കൊടുക്കാനില്ല. എത്രയും വേഗം നിശ്ചയം നടത്തുക. അത് കഴിഞ്ഞു മതി ബാക്കി തീരുമാനങ്ങളൊക്കെ. അതെ, നമ്മൾ പറയുന്നൊക്കെ ശരിയായിരിക്കാം, പക്ഷേ കല്യാണം കഴിക്കേണ്ടത് അയാളല്ലേ. അപ്പോൾ അയാളുടെ സമ്മതം ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. മോനെ, ഇത്രയും കാലം അവള് പറഞ്ഞനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷേ അതൊന്നും ഇനി ശരിയാവില്ല. അവൾ ചെയ്ത പല കാര്യങ്ങളും തെറ്റായി പോവുകയും ചെയ്തു. അതുമൂലം പിന്നീട് വേറെയും കുഴപ്പങ്ങളുണ്ടായി. ഇനി അതൊന്നും ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്കിളെ, അതൊക്കെ ശരിയാ, പക്ഷേ നമ്മൾ അയാളുടെ മാനസികാവസ്ഥ കൂടി കണക്കിലെടുക്കണം. ഇത്രയും ദുരിതവും സങ്കടമൊക്കെ അനുഭവിച്ച ആളാണ്. ചെറിയൊരു സമയം കൊണ്ട് ഇത്രയും സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ആളാണ്. അയാളുടെ മനസ്സ് നേരെയായിരിക്കില്ല ഇപ്പോൾ. അതൊന്നും നേരെയാവാൻ അയാൾക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നീ അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാ. പക്ഷേ ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഏത് സാഹചര്യത്തോടും പെട്ടെന്ന് ഇണങ്ങാനും പൊരുത്തപ്പെടാനും ഒരു സ്ത്രീക്ക് പറ്റും. ആണുങ്ങൾക്ക് ചിലപ്പോ പറ്റില്ലെന്ന് വരും. അവളുടെ എതിർപ്പൊക്കെ നിശ്ചയം കഴിയുന്നതോടുകൂടി അങ്ങ് മാറിക്കോളും മോനെ. ഒരു സ്ത്രീക്ക് വേണ്ടത് തന്നെ തന്നെക്കുറിച്ചുള്ള മറ്റൊരാളുടെ കരുതലും സ്നേഹവും വിശ്വാസവുമാണ്. വിവാഹ നിശ്ചയം കഴിയുന്നതോടെ നീ അവൾക്കൊരു കൂട്ടാണെന്ന് അവൾക്ക് ബോധ്യപ്പെടും. അതോടുകൂടി അവളുടെ ഈ എതിർപ്പെല്ലാം മാറും. എത്രയും പെട്ടെന്ന് ഈ വിവാഹത്തിന് അവള് തന്നെ സമ്മതിക്കുകയും ചെയ്യും. ചേച്ചി പറഞ്ഞ ഞാൻ സമ്മതിച്ചു, പക്ഷേ ഞാൻ അയാളോടൊന്ന് സംസാരിക്കട്ടെ. അയാൾക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കണമല്ലോ. എന്നാ മോൻ പോയി സംസാരിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു തീരുമാനത്തിലെത്താം.